കണ്ണൂർ ചെങ്ങളായി ചുഴലി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. പനംകുന്നത്താണ് ഗർത്തം രൂപപ്പെട്ടത്. റോഡിന്റെ ഒരു വശത്തു കൂടി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഫെലിക്സ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഫെലിക്സ്, ഈ ഭാഗത്തും നിർമ്മാണത്തിലെ അപാകത കൊണ്ട് രൂപപ്പെട്ടതാണോ കുഴി? ഈ വലിയ കുഴിക്കുള്ളിൽ എന്താണ് നമുക്ക് കാണാനാവുക? തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ അപകടകരമായിരിക്കും അല്ലെ? ഇടിഞ്ഞെങ്ങാനും താഴ്ന്നാൽ വിശദാംശങ്ങൾ എന്താണ് ഫെലിക്സ്? മോത്തി, ഇത് പുതിയ റോഡല്ല, വളരെ പഴക്കം ചെന്ന റോഡാണ്. ഈ ചുഴലിയിൽ നിന്നും ചെങ്ങളായിലേക്ക് പോകുന്ന റോഡിൽ പനംകുന്ന് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ KSEBക്കാർ അവിടെ ഈ ടച്ചിങ്സ് ഒക്കെ കട്ട് ചെയ്യാൻ അവിടെ എത്തിയിരുന്നു. ആ സമയത്താണ് റോഡിൽ വിള്ളൽ കണ്ടത്. ആ വിള്ളൽ കണ്ട സ്ഥലത്ത് നോക്കിയപ്പോഴാണ്, അതവിടെ തട്ടി നോക്കിയപ്പോഴാണ് അവിടെ കുഴിഞ്ഞു പോയത്. ഒരു കുഴൽക്കിണർ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല ആഴത്തിലുള്ള ഗർത്തമാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിനോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ വിശദീകരിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ അവിടെ കിണറോ മറ്റോ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ്. മെക്കാഡം ടാറിങ് ചെയ്ത റോഡാണ്, ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്. അപ്പൊ ആ റോഡിലാണ് ഇങ്ങനെ ഒരു ഗർത്തം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ വലിപ്പം, അതായത് വലിയ ആഴമുണ്ട്, പക്ഷേ വലിപ്പം കുറവാണ്. ഏതായാലും ഒരു വശത്തുകൂടി താൽക്കാലികമായി ഇപ്പോൾ വാഹനങ്ങൾ ചെറിയ രീതിയിൽ കടത്തിവിടുന്നുണ്ട്. എന്നാൽ പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു വലിയ കിണറോ മറ്റോ ആണോ ഇതിനുള്ളിൽ എന്ന് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇത് നിർമ്മാണത്തിലെ അപാകത എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപേ ടാർ ചെയ്ത റോഡാണ്. പക്ഷേ ഇത് പഴയ റോഡ് കൂടിയാണ്. അപ്പോൾ ഇതിന് താഴെ ഒരുപക്ഷെ പണ്ട് കിണറോ മറ്റോ ഉണ്ടായിരിക്കാം എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. പക്ഷെ ഇതുവഴി ഇനിയും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഉടനെ കഴിയില്ല. കാരണം ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ വലിയ ആഴത്തിലാണ് ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് പരിശോധന നടത്തിയതിനു ശേഷം പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി വാഹനങ്ങൾ കടത്തിവിടുക. ശരി ഫെലിക്സ്, ഏതായാലും വലിയ ശ്രദ്ധ വേണ്ടതുണ്ട് ആ മേഖലയിൽ. എന്താണ് ഇത്തരത്തിലൊരു കുഴി രൂപപ്പെടാൻ, വലിയ ഗർത്തം രൂപപ്പെടാൻ കാര്യം എന്നത് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഭാഗത്ത് കുഴൽ കിണറോ അതുപോലെ സാധാരണ കിണറോ പോലെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നിരിക്കാം എന്നതാണ്. വളരെ പഴക്കം ചെന്ന റോഡാണെന്നാണ് ഫെലിക്സ് പറയുന്നത്.